അതിന് വേണ്ടിയുള്ള ഈതവേ ഞാനേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ മിഡില്ല. ഞാൻ വിൻഡോ സീറ്റിലും. റോഷപ്പൻ വിൻഡോ സീറ്റ് 39. അവളാണ് അയൽ സീറ്റ് ഇരിക്കുന്നത്. സോ നമ്മൾ സീറ്റിന് നമ്മൾ റോക്ക് പേപ്പർ സീസർ. ഓക്കെ, ഈതർ വേ ഞാനേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇവരെ സമാധാനിപ്പിക്കാനായിട്ട് നമുക്കൊന്ന് കളിക്കാം. ഓക്കെ, റോക്ക് പേപ്പർ സീസർ ഷൂട്ട്. നീ പോയി നമ്മള് അയ്യോ പ്ലീസ് പ്ലീസ്, ഇത് ഞാനിങ്ങ് ഇടുകയാണ്. എനിക്ക് ഞാൻ പറഞ്ഞ വേണ്ട, വിളിക്കട്ടെ, ഞാൻ ആമിയെ വിളിച്ച് സമ്മതിപ്പിക്കും. അങ്ങനെ ഫൈനലി എൻ്റെയും റോഷപ്പൻ്റെയും ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, ടു ഇറ്റലി. ഞങ്ങളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ്. അധികം ദിവസമൊന്നുമില്ല അവിടെ. ഒരു 1 whole day in റോം, 1 whole day in ഫ്ലോറൻസ്, അത്രേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ ചെല്ലുന്ന ദിവസവും തിരിച്ചു വരുന്ന ദിവസത്തിൻ്റെ പകുതി അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയി. ഞാൻ കുറേ നേരം കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി പതിയെ ട്രെയിൻ എടുത്ത് ഞങ്ങളുടെ എയർബിഎൻബി ലൊക്കേഷനിലോട്ട് പോകാമെന്ന് വെച്ചു. ഒരു 30-35 minutes ടു എയർബിഎൻബി ലൊക്കേഷൻ. ഓക്കെ, നമ്മളിപ്പോ എവിടെയാ പോകുന്നേ? റോം സിറ്റി സെന്റർ, പിയാസ. ഞങ്ങൾ ഊബർ എടുക്കാൻ പോകുന്നു. ഊബർ എടുത്ത് സിറ്റി സെന്ററിലോട്ട് പോവാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് ഇവിടെ ഒരു പിസ്സ കടയിൽ വന്നിരിക്കുക. ആമിയുടെ കസിനും ഉണ്ട്. അപ്പോൾ ആമിയുടെ കസിനൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ രാത്രി ജസ്റ്റ് ഇവിടെ ഒന്ന് ചുമ്മാ ചില്ല് ചെയ്യുക. എന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ക്വാത്രോ സൂപ്ലി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് നമ്മുടെ കട്ട്ലറ്റ് പോലൊക്കെ ഇരിക്കുന്നു പുറത്തുനിന്ന് കണ്ടിട്ട്, കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ട്രെവി ഫൗണ്ടനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടുന്ന് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഒരു ഗ്രേറ്റ് ഫസ്റ്റ് ഹാഫ് ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു. സ്പാനിഷ് സ്റ്റെപ്പ് കണ്ടു, ട്രെവി ഫൗണ്ടൻ കണ്ടു, പിന്നെ കുറച്ച് ഡെസേർട്ട്സ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇത് ഈ സെയിം സ്ഥലത്തൊക്കെ നാളെ ഞങ്ങൾ ഒന്നുകൂടെ പോവും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ. അപ്പോൾ ഇനി ഞങ്ങൾ പതിയെ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് എയർബിഎൻബിയിലോട്ട് പോവാം. ആൻഡ് ബാക്കി നാളെ. Exploring day 2 in Rome. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിക്ക് ട്രെവി ഫൗണ്ടൻ വന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പം ഒരു ക്രൊസാൻഡ് ഓർഡർ ചെയ്തു, പിസ്താഷ്യോ ക്രൊസാൻ.
ആൻഡ് ഇനി അടുത്ത കടയിൽ നിന്ന് കാപ്പിയും കൂടെ മേടിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട്. ഡെലിസിയോസോ. ഞങ്ങൾ ട്രെവി ഫൗണ്ടൻ്റെ അടുത്തുള്ളൊരു കഫേയിൽ കാപ്പി മേടിക്കാനായിട്ട് വന്നിരിക്കുക. കഫേ ലാറ്റെ, പിന്നെ ഒരു മറിറ്റോസോ, ഒരു ക്രീം ബണ്ണം. ഡേവിഡും റോഷനും കൂടെ അകത്ത് കാപ്പി മേടിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പുറത്ത് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് പഠിച്ചൊക്കെ. നല്ല കാപ്പി. നല്ല കാപ്പി. ഓക്കെ, നൈസ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആണോ അത്? നമ്മൾ ഇന്നലെ കഴിച്ചതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഫ്രഷ്ലി മെയ്ഡാണ്, അധികം കട്ടിയില്ലാത്ത ക്രീമാ. ഇന്നലെ കഴിച്ചപ്പോൾ രാത്രി ആയിരുന്നു. ആക്ച്വലി രാവിലെ 7 മണിയായിട്ട് പോകും. ദിസ് ഇസ് കഫേ ലാറ്റെ. ലാറ്റെ ചോദിക്കരുത്, പാല് തരും. കഫേ ലാറ്റെ ചോദിക്കണം. ചിക്കൻ ലാറ്റെ. മറിറ്റോസോ ക്രീം ബൺ. ക്രീം ബണ്ണെന്നൊക്കെ. ഓ യാ, ഇന്നത്തെ കാട്ട് സോഫ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പാൻതിയോണിലേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മിനിറ്റ് വാക്കാണ് ട്രെവി ഫൗണ്ടനിൽ നിന്ന്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവരെ രണ്ടുപേരും കൂടെ. അപ്പം പാൻതിയോൺ കണ്ടു കഴിഞ്ഞു. പാൻതിയോൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ സ്പാനിഷ് സ്റ്റെപ്പിലോട്ട് നടക്കുക. സ്പാനിഷ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ സ്പാനിഷ് സ്റ്റെപ്പിലെത്തി. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതാണ് സ്പാനിഷ് സ്റ്റെപ്പ്. ഞങ്ങൾ സ്പാനിഷ് സ്റ്റെപ്പ് കയറി ഇപ്പോൾ ഏറ്റവും എൻ്റെ വ്യൂ പോയിന്റ് വന്നിരിക്കുക. അപ്പം എൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വ്യൂ. നല്ലതാണോ? കൊളീസിയം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം 2 സൈസ് ടിറമിസു. നമ്മൾ മറ്റു തിരുമസം മേടിച്ചില്ല. പോമ്പി നമ്മൾ ചിലപ്പോ കറങ്ങിത്തിരിഞ്ഞ് അവിടെയൊക്കെ എത്തുമായിരിക്കും. 2 സൈസ് പക്ഷെ അത് ഫ്ലേവേർഡ് ആണ്. ഇവിടുത്തെ ഫ്ലേവേർഡ് അല്ല, ഇവിടുത്തെ കോഫി അല്ലേ? അല്ല, പിസ്താഷ്യോയും ക്ലാസിക്കും ഇവരുടെ മെയിൻ. ഞാൻ ഒരു ബിഗ് പിസ്താഷ്യോ ടിറമിസു, പിസ്താഷ്യോ സ്മോൾ, റെഗുലർ സ്മോൾ.
അപ്പം ഞങ്ങളുടെ ലഗേജൊക്കെ ഒരു ലഗേജ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടേയാക്കി ഒരു 6 മണിക്കൂറത്തേക്ക്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്ന രാത്രി 7 മണിക്കാണ്. അപ്പം ബാക്കി സമയം ഞങ്ങൾ റോമിൻ്റെ ബാക്കി കുറച്ച് നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ, പക്ഷെ ഒന്നുകൂടെ പോയി കാണുക. ഞങ്ങൾ ജലാറ്റോ കഴിച്ചു, പിന്നെ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങളിപ്പം ഇറ്റാലിയൻ ഗ്രോസറി കടയിലാണ്. എന്തെങ്കിലുമൊക്കെ സുവനിയറായിട്ട് ചോക്ലേറ്റോ കുക്കീസോ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇനി എന്തൊക്കെയാണ് മേടിച്ചത്? So, iconic Marvis toothpaste. We call കുക്കീസ് cookies കുടിക്കണം. exclusive pistachio chocolates. And Europe favorite Milka. ജോച്ചന Yes. Come on, pull it. ഇത് ചതഞ്ഞു പോയി, അതുകൊണ്ട് മാറ്റിയെടുക്കാം. അതെ ഓടിപ്പോയതാണ് ഇറ്റാലിയൻ ചേച്ചി. ഒരു ഇറ്റാലിയൻ ചേച്ചി. ഹലോ ഓടിപ്പോയതാണ് ഇറ്റാലിയൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഗ്രോസറി അല്ല സുവനിയർ ഒക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ട്രെവി ഫൗണ്ടനിലുണ്ട്. ഓക്കെ, ബൈ. Yes. Yes, please. എല്ലാരും കാണാവോ? ചേച്ചിയൊക്കെ ഒരു വള്ളി ഉള്ളതാണ്. അതെ, ഈ ചേച്ചിയുടെ റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയെന്നല്ലേ. ചേട്ടാക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഓഫ് കോഴ്സ് ക്ലാസിക്. ഏതാ ഇഷ്ടപ്പെട്ടെ? ക്ലാസിക് ഉണ്ടോ? പിസ്താഷ്യോ എടുത്താ മാറിപ്പോയാ. ഡേവിഡിന്റെ ഫേവറേറ്റ്. പിസ്താഷ്യോ ആണ് എൻ്റെ ഫേവറേറ്റ്. എനിക്കും പിസ്താഷ്യോ ഇഷ്ടപ്പെട്ടെ. ക്ലാസിക്കും പക്ഷേ റിയലി ഗുഡ്. അപ്പോൾ ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. അപ്പം ബാക്ക് ടു ന്യൂയോർക്ക്. ഓക്കെ, ചാओ.